കോമഡി സിനിമ എന്ന് പറഞ്ഞാണ് കയറിയത്, പക്ഷെ ഭയങ്കര ഒരു വെറുപ്പിക്കൽ സിനിമയാണ്. ഒരു സബ്ജക്റ്റ് നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല, അമ്മാതിരത്തെ ഒരു വിഷയമാണ് സിനിമയുടെ. അപ്പോൾ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ നമുക്കൊരു ഡബിൾ മീനിങ് വെച്ച് ഉള്ള ഒരു ഡയലോഗ്സാണ്. ഓൺലൈൻ OTT സ്ട്രീമിങ് നെറ്റ്ഫ്ലിക്സിലാണ്. മിക്കവാറും ഒരാഴ്ചക്കകത്ത് നെറ്റ്ഫ്ലിക്സിൽ വരാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് സെക്കൻഡ് വൈഫ്, തേർഡ് വൈഫ് എന്നൊക്കെ പറയുന്നത്. മലയാളികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടില്ല, തമിഴന്മാർക്ക് ഇഷ്ടപ്പെടും. காமெடி இல்லை, பின்ன ஒரு சுவாரஸ்யம் ஒரு உறங்கி போய் காமெடி இல்லை, பின்ன ஒரு சுவாரஸ்யம் ஒரு உறங்கி போய் படம் போடுறேண்ணா. ஃபேமிலி படம் தான், ஆனால் பார்க்கலாம். ஆனால் அது கொள்ளுள்ள படம். கதை ஒன்றும் இல்லை சார், இதில் கதை ஒன்றும் கிடையாது. ஒரு கான்செப்டில் ஒன்றும் இல்லை. பெஸ்ட்டு പടം പോയി ഞാൻ പോയി ഒരു 6 മണി ഉറങ്ങിനാണ്, അത്രയാണ്. പടം കൊള്ളൂല. പടം നല്ല ഇഷ്ടപ്പെട്ടു. കുടുംബ പടം തന്നെ, നല്ല പടം, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ പടം. ഇല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡൽട്സ് ഒള്ളി പിക്ചർ പോലെയാണ് ഇത്. എല്ലാവരും ഇരുന്ന് കാണാൻ പറ്റാത്ത, ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റാത്ത ഒരു ടൈപ്പ് പിക്ചറാണ്. പക്ഷേ അത്ര മോശമെന്ന് പറയാനില്ല. സ്റ്റോറി ഓക്കെയാണ്, ഇപ്പോഴത്തെ കറണ്ട് സ്റ്റോറി. തമിഴ്നാട്ടിൽ വെച്ചാൽ തമിഴ്നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് സെക്കൻഡ് വൈഫ്, തേർഡ് വൈഫ് എന്നൊക്കെ പറയുന്നത്. അതേ കോൺസെപ്റ്റാണ് ഇതിലും വന്നിട്ടുള്ളത്. അത്രയേ ഉള്ളൂ സംഭവം. മലയാളികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടില്ല, തമിഴന്മാർക്ക് ഇഷ്ടപ്പെടും. എടുത്തു പറയാനായിട്ട് പറഞ്ഞല്ലോ, ഒരു ഫാദർ, അച്ഛൻ്റെ കാര്യമാണ് ഇതിനകത്ത് വരുന്നത്. അയാൾക്ക് വേറൊരു ലൈനുണ്ട്. അപ്പോൾ ആ ലൈനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അച്ഛനും മോനും കൂടെ അതിന് പിള്ളേരും കൂടെ ശ്രമിക്കും. അത് അവസാനം വരെ അവർ കൊണ്ടുപോകും. പക്ഷെ അവസാനം വരെ നാട്ടുകാർക്ക് അറിയാത്ത രീതിയിൽ കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ. അല്ല, ആഡീസായിട്ടിരുന്നപ്പോൾ എനിക്കൊരു ബോറടിച്ചില്ല, പക്ഷേ എല്ലാവർക്കും അത് പറയാൻ പറ്റില്ല. കോൺസെപ്റ്റ് അതിനകത്ത് അത്ര നമുക്ക് കൊള്ളിക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല, ഒരു കോമഡി പിക്ചർ അത്ര. ഡയറക്ഷനൊക്കെ നന്നായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു, 2 മണിക്കൂർ ഞാൻ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡയറക്ഷനൊക്കെ നല്ല ഡയറക്ഷനാണ്. ആ കോൺസെപ്റ്റ് ഇങ്ങനെയുള്ള കോൺസെപ്റ്റാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു കോമഡി സിനിമ എന്ന് പറഞ്ഞാണ് കയറിയത്, പക്ഷെ ഭയങ്കര ഒരു വെറുപ്പിക്കൽ സിനിമയാണ്. പിന്നെ എൻ്റെ ഒരു സബ്ജക്റ്റ് നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല, അമ്മാതിരത്തെ ഒരു വിഷയമാണ് സിനിമയുടെ ഇത്. അത് വെച്ച് ഒരു തമാശ രീതിയിൽ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം ഒരു ചെറിയൊരു കുഞ്ഞു പ്ലോട്ട്, പക്ഷെ അതിനെ ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ നീട്ടി കാണിച്ചു. നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു. കുറേ പേര് ഒക്കെ ഉണ്ട് ആ സിനിമയിൽ. എന്തോ ഒരു കോമിക് പോലെ എടുക്കാൻ ശ്രമിച്ചു. പിന്നെ ഫുള്ള് ഡബിൾ മീനിങ്ങും ആ സിനിമയിലെ വിഷയം അതാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ നമുക്കൊരു ഡബിൾ മീനിങ് വെച്ച് ഉള്ള ഒരു ഡയലോഗ്സാണ്. മലയാളികൾക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. കാരണം മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമ ഇറങ്ങുന്നതല്ലേ. അപ്പോൾ ഇതൊരു തമാശ രൂപേണ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റാണ്. കാരണം ഈ ഡബിൾ മീനിങ് ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്നത്. പക്ഷേ നമുക്കൊന്നും എറിക്കില്ല. അതിനെ കുറേ കൂടെ നന്നായിട്ടൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ബോറിംഗ് ആയിപ്പോയി. 2 മണിക്കൂറിൻ്റെ അങ്ങ് വലിച്ച് നെടുക്കി അങ്ങ് കൊണ്ടുപോയാണ് സിനിമ. അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ അതിന് ഭയങ്കര ബോറിംഗ് ആയിപ്പോയി. എന്ന് പറയുമ്പോൾ ഒരു സിനിമ തുടങ്ങുമ്പോഴേ ഒരു മരണം നടക്കുന്നു, സിനിമ തീരുമ്പോൾ അതിൻ്റെ ഒരു അടക്കം നടക്കുന്നത്. ഒരു ദിവസത്തെ കഥയാണ് ഒരു വീട്ടിൽ നടക്കുന്നത്. അതിനെ ഭയങ്കരമായിട്ട് വലിച്ച് നെടുക്കി അങ്ങ് ഭയങ്കര ബോറിംഗ് ആക്കി കളഞ്ഞു. വൈഭവ് റെഡ്ഡിയൊക്കെ മറ്റേ നമ്മുടെ വെങ്കട് പ്രഭുവിൻ്റെ സിനിമയിലൊക്കെ നായകനായിട്ട് പുള്ളി ആണെങ്കിൽ ഹീറോ ആയിട്ടുള്ളതിൽ ഒരാൾ പുള്ളിയാണ്. പക്ഷേ ഒരു രസമുള്ള വേഷമൊന്നുമല്ല, അത് മോശമെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു വലുതായിട്ടൊന്നും അതിൽ കണ്ടൻ്റ് ഇല്ല. അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. പിന്നെ തമിഴ് സിനിമയിൽ ഇതിനെക്കാട്ടി നല്ല തമിഴ് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ബോറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സിനിമ നന്നായിട്ട് വെറുപ്പിക്കും. കാരണം കഥയിൽ പ്രത്യേകിച്ച് വഴിത്തിരിവുകളൊന്നുമില്ല. അപ്പോൾ ആ ഇതിൽ ഈ സിനിമ അങ്ങ് ഒരു വലിച്ച് നെടുക്കി കൊണ്ടുപോകുന്നതായിട്ട് തന്നെ തോന്നും. ഇടയ്ക്ക് ചില സമയം നമുക്ക് നന്നായിട്ട് ഉറക്കം വരും. 2 പേരൊക്കെ ഇടയിൽ നന്നായി സിനിമ തുടങ്ങിയത് തൊട്ട് അവസാനം വരെ ഒന്ന് ഉറങ്ങുന്നതാണ്. അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു മൂവി, രസമില്ല എന്ന് തന്നെ പറയാം. ഒന്നുമില്ല കണ്ടിരിക്കാം. പിന്നെ നെറ്റ്ഫ്ലിക്സുകാരെ ഏറ്റെടുത്തിട്ടുണ്ട്. എൻ്റെ സ്ട്രീമിങ് ഓൺലൈൻ OTT സ്ട്രീമിങ് നെറ്റ്ഫ്ലിക്സിലാണ്. മിക്കവാറും ഒരാഴ്ചക്കകത്ത് നെറ്റ്ഫ്ലിക്സിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു എടുത്തു പറയാൻ ഒന്നുമില്ല, ഒരു വകയില്ല.